നമ്മുടെ വീഡിയോസും കാര്യങ്ങളെല്ലാം കണ്ട് ഇഷ്ടപ്പെട്ട് ഒരു കസ്റ്റമർ മഹാരാഷ്ട്രയിൽ നിന്ന് വണ്ടി പർച്ചേസ് ചെയ്ത് ഡയറക്റ്റ് നമ്മളുടെ ഗ്യാരേജിലേക്ക് കൊണ്ടുവരുന്നുണ്ടായി. 2013 രജിസ്ട്രേഷൻ വണ്ടിയായിരുന്നു, ഒരു സ്കൈ ബ്ലൂ കളർ വണ്ടിയായിരുന്നു. അപ്പോൾ ആ വണ്ടിയുടെ കണ്ടീഷൻ നിങ്ങൾ കാണുന്ന മാതിരി ഇത്രയും മോശം കണ്ടീഷനൊക്കെ ആയിരുന്നു. അപ്പോൾ കസ്റ്റമർക്ക് എന്തായാലും ആ വണ്ടി ഫുള്ളായിട്ട് റീസ്റ്റോറേഷൻ കാര്യങ്ങളെല്ലാം ചെയ്ത് വേണം. അതായത് വണ്ടിയുടെ പെയിൻറ്റിങ്, സീറ്റ് വർക്ക്, ഡാഷ്ബോർഡ് പെയിൻറ്റിങ്, റൂഫ്, ഹെഡ്ലൈറ്റ് പ്ലാറ്റിനം മോഡലിലേക്ക് ചേഞ്ച് ചെയ്യണം, ബാക്ക് ടൈലൈറ്റ് ചേഞ്ച് ചെയ്യണം, അങ്ങനെ ഒരുപാട് വർക്ക്. അതായത് ഫുള്ളി റീസ്റ്റോറേഷന് വേണ്ടിയിട്ട് വന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ചില വാഹനങ്ങളുണ്ടല്ലോ, ചില വാഹനങ്ങൾ നമ്മുടെ ഗ്യാരേജിലേക്ക് വർക്കും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് പ്രോമിസ്ഡ് ടൈമിൽ നമ്മൾക്കത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അത് ആ വാഹനത്തിൻ്റെ വർക്ക് കൂടുതൽ കൊണ്ട് തന്നെയാണ് കേട്ടോ അങ്ങനെ ഒരു ടൈമും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. ഈ ഒരു വാഹനം നമ്മുടെ ഗ്യാരേജിലേക്ക് വന്നപ്പോൾ പ്രോപ്പർ ഷേപ്പിംഗ് ആയിരുന്നില്ല, സൈഡ് വശങ്ങളും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ഷേപ്പിംഗ് ആയിരുന്നില്ല. അതിൻ്റെ റേഡിയേറ്ററിൻ്റെ അടിവശത്തുള്ള ആ ബ്രാക്കറ്റും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് ദ്രവിച്ച നിലയിലായിരുന്നു. അതേപോലെ തന്നെ പ്രോപ്പർ സെറ്റിംഗ് ആയിരുന്നില്ല. ഫെൻഡറും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കണമെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ സെറ്റിങ് ചെയ്ത നിലയിലൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ സെറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ തീർത്തു. റെസ്റ്റ് ഉണ്ടായോടത്തൊക്കെ പാച്ച് വർക്കും കാര്യങ്ങൾ തീർത്തു സെറ്റിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ 15 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളതിൻ്റെ സെറ്റിങ് കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്തത്. പ്രോപ്പറായിട്ട് സെറ്റിങ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ബോഡി ഷേപ്പിങ് പുട്ടി വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തു. പുട്ടി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെൻറ്റിങ് ഒരുപാടുള്ള വാഹനങ്ങളിൽ നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ റിമൂവ് ചെയ്യേണ്ട സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് റിമൂവർ അല്ലെങ്കിൽ നമ്മൾ പേപ്പർ യൂസ് ചെയ്ത് റിമൂവ് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഫുള്ളായിട്ട് തന്നെ ഷേപ്പ് കറക്റ്റായിട്ട് എടുക്കണം. സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അലകളൊന്നും ഇല്ലാത്ത രീതിയിൽ പെയിൻറ്റർമാർ ഷേപ്പ് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എങ്ങനെ വന്നാലും ഒരു 10-18 ദിവസം അതിന് വേണ്ടി വന്നു ഷേപ്പ് എടുക്കാൻ വേണ്ടി. 18 ലേബറിൻ്റെ അടുത്ത് ഈ വണ്ടി ഇതുവരെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മൾക്ക് ഈ ഒരു വണ്ടി ഇപ്പോൾ 2 month ആയി എന്ന് പറയുന്നത് അത്ര വലിയ ഒരു ടൈമും കാര്യങ്ങളല്ല. അത് ആ വണ്ടിക്കുള്ള വർക്ക് ഉള്ളതുകൊണ്ട് തന്നെയാണ് അങ്ങനെ സമയം കാര്യങ്ങളൊക്കെ എടുക്കണത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മളിതിപ്പോൾ പ്രൈമർ ആയിട്ടുണ്ട്. പ്രൈമർ അടിച്ചതിന് ശേഷം നമ്മൾക്ക് ഒരു ദിവസം നമുക്ക് ഫുള്ളായിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്യാണ്ടിട്ടുണ്ട വരും. കാരണം അടിക്കാൻ പോകുന്നത് 2K പ്രൈമറാണ്. 2K പ്രൈമർ ഉണങ്ങാനായിട്ട് നമുക്ക് 8 hour നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. 8 hour കഴിഞ്ഞ ശേഷം 2K പ്രൈമർ അടിച്ച വണ്ടികൾ പെയിൻറ്റിങ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ 8 hour നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിനർത്ഥം നമുക്ക് നാളെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇന്ന് അടിച്ചിട്ടിട്ട് പോകും, പിന്നെ നാളെ വന്നിട്ട് സ്പോട്ടും കാര്യങ്ങളൊക്കെ തീർക്കും, പിന്നെ മറ്റന്നാൾ നമ്മുടെ അണ്ടർകോട്ടും കാര്യങ്ങളൊക്കെ അടിക്കും. എന്നിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് ഷേപ്പ് ചെയ്ത ശേഷം ആണ് നമ്മളിതിൻ്റെ ഫൈനൽ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ബമ്പറും കാര്യങ്ങളൊക്കെ പ്രൈമറും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് ക്ലിയർ ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ.
അതേപോലെ തന്നെ സീറ്റ് വർക്ക് പറഞ്ഞിട്ടുണ്ട്. സീറ്റ് വർക്ക് ഓൾറെഡി ഇപ്പോൾ സ്റ്റിച്ചിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വണ്ടിയുടെ. അതേപോലെ തന്നെ നമ്മുടെ ഇൻറ്റീരിയറിൽ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. മുന്നൊരു എത്തിയോസ് ചെയ്ത മാതിരി തന്നെ പെയിൻറ്റിങ് കാര്യങ്ങൾ ഈ ഒരു വണ്ടിക്കും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 2013 മോഡൽ ഒരു MH രജിസ്ട്രേഷൻ വണ്ടിയായിരുന്നു. ആ വണ്ടി ഇത് ഫൈനലി കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വർക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിരിക്കും. വണ്ടി ഇത് ഈ ഒരു ലുക്കാക്കി മാറ്റിയിട്ടുണ്ട്. നമ്മളിത് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ആറ്റിറ്റ്യൂഡ് ബ്ലാക്ക് എന്ന് പറയുന്ന കളർ നമ്മൾ ഫുള്ളായിട്ട് പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം ചെയ്തു. അതേപോലെ തന്നെ ഫ്രണ്ട് നമ്മൾ പ്ലാറ്റിനം മോഡലിലേക്ക് കൺവേർട്ട് ചെയ്തു. ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റ് ചേഞ്ച് ചെയ്തു, ബാക്കിലെ ടൈലൈറ്റ് ചേഞ്ച് ചെയ്തു, ബാക്കിലെ ബമ്പർ ചേഞ്ച് ചെയ്തു, ഇൻറ്റീരിയർ പെയിൻറ്റിങ് ചെയ്തു, ഇൻറ്റീരിയർ ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ പെയിൻറ്റിങ് ചെയ്തു, ഫുള്ള് സീറ്റ് വർക്കും കാര്യങ്ങളും ചെയ്തു. പ്ലാറ്റ്ഫോം നമ്മൾ സാധാ വിനിയൽ മാറ്റ് ഇട്ടു. പിന്നെ എന്നിട്ട് ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മളിതിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ കാണിച്ചു തരാം. ഫ്രണ്ടിൽ വരണമെങ്കിൽ പ്ലാറ്റിനം മോഡൽ 2013 വണ്ടിയാണ്. 2016 ഇറങ്ങിയ മോഡലിലേക്ക് ഈ വണ്ടിനെ കൺവേർട്ട് ചെയ്തു കേട്ടോ. ഒരു ബമ്പറും കാര്യങ്ങളെല്ലാം സെറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തു. അതേപോലെ തന്നെ ഇതിൻ്റെ റേഡിയേറ്ററിൻ്റെ അടിയിൽ വരുന്ന ആ ഒരു പാനലും കാര്യങ്ങളൊക്കെ ഒരു കച്ചറയായിരുന്നു. അതായത് ശരിക്കും സെറ്റിംഗ് ഒന്നും ആയിരുന്നില്ല. അപ്പോൾ അതെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് തന്നെ പേച്ചറും കാര്യങ്ങളൊക്കെ ചെയ്ത് അതൊക്കെ സ്ട്രോങ് ആക്കി. ബോണറ്റ് ചേഞ്ച് ചെയ്തു. ഈ സൈഡ് ഫെൻഡർ ചേഞ്ച് ചെയ്തു കേട്ടോ. അതന്നെ ഈ സൈഡ് ഫെൻഡർ ചേഞ്ച് ചെയ്തു. പിന്നെ ഹെഡ്ലൈറ്റ് ചേഞ്ച് ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇത്രയും ചേഞ്ച് ചെയ്തിട്ട് വണ്ടി ഈ ഒരു ലുക്കാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. നമ്മളകത്തേക്ക് പോകണമെങ്കിൽ ഈ ഒരു ലുക്കാക്കിയിട്ടുണ്ട് കേട്ടോ. മുന്നത്തെ ഒരു അവസ്ഥ അതേ ഈ ഒരു ടൈപ്പായിരുന്നു. ആ ഒരു ടൈപ്പിൽ നിന്ന് മാറി ഈ ഒരു സീറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റിച്ചിങ് ചെയ്തപ്പോൾ ഇതേപോലെ ആയിരുന്നില്ല.
ഈ ഒരു വിൻസ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇത്ര ഉണ്ടായിരുന്നില്ല. നോർമൽ ടൈപ്പിലായിരുന്നു ഇതിൻ്റെ സീറ്റും കാര്യങ്ങളൊക്കെ. അത് വിൻസ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇത്ര ആഡ് ചെയ്ത് ഇരിക്കാവുന്ന സൗകര്യത്തിന് ആക്കി മാറ്റിയിട്ടുണ്ട്. അതേപോലെ ബ്ലാക്ക് കളറായിരുന്നു ഫുള്ളായിട്ട് തന്നെ. അത് മാറ്റിയിട്ട് നമ്മൾ ഇവിടെ ഒരു BJ കളറും അതേപോലെ തന്നെ അവിടെ ഒരു ബ്ലാക്ക് കളറും അതേപോലെ താഴെ വരുന്ന ആ ഭാഗങ്ങളൊക്കെ ബ്ലാക്ക്, ആ ഒരു കോമ്പിനേഷനിൽ ഫുള്ളായിട്ട് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഡോർ പാഡും കാര്യങ്ങളൊക്കെ നോക്കണമെങ്കിൽ ഒരു പുതുമ നമ്മൾക്ക് എപ്പോഴും കിട്ടുന്നുണ്ട് ഈ വണ്ടി ചെയ്തപ്പോൾ തന്നെ. വണ്ടിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമായിരുന്നു. പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന നല്ലൊരു വർക്കുള്ളൊരു വണ്ടി തന്നെയായിരുന്നു. ആ വണ്ടി ഫുള്ള് വർക്ക് ചെയ്ത് ഈ ഒരു കണ്ടീഷനാക്കി മാറ്റി.